ഹലോ, വെൽക്കം ടു മെഷ് കിച്ചൻ. വളരെ സിമ്പിളായും ടേസ്റ്റിയായും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനായി ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ബിരിയാണി അരി ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുത്ത് ഒരു 5-10 മിനിറ്റ് നന്നായി പുതിർത്ത് വെച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. പിന്നീട് നമ്മൾ ബോയിൽ ചെയ്ത മുട്ട, അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് എടുക്കുക. അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വരഞ്ഞെടുക്കണം. എന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് വേണ്ടി നമ്മുടെ കൂട്ടിന് വേണ്ടിയിട്ട് ഒരു തക്കാളി നന്നായി പഴുത്തത് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. പിന്നീട് വേണ്ടത് ഒരു പാൻ എടുത്ത് അത് നന്നായി ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് എണ്ണ ഒഴിക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരല്പം എണ്ണ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നതിന് ശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിൽ തന്നെ വീണ്ടും നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നെയ്യ് ഇതിലോട്ടേക്ക് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മുറിച്ച് തയ്യാറാക്കി വെച്ച സവാള ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടിത് നന്നായി വഴറ്റിയെടുക്കണം. ഈ വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഉപ്പില്ലാതെ തന്നെ ഈ ഒരു നെയ്യിലും എണ്ണയിലും നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരണം. എന്നിട്ട് ഇതിൻ്റെ കളറ് നന്നായി ഒരു ബിരിയാണിക്കൊക്കെ പറ്റുന്ന ഒരു കളറിലോട്ടേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സവാള എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാറ്റി വയ്ക്കണം. അത് അവസാനം ഗാർണിഷ് ചെയ്യാനുള്ള ആവശ്യത്തിനായി മാറ്റി വയ്ക്കുക. പിന്നീട് വേണ്ടത് നമ്മൾ ഇതേ സവാളയിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് എന്നിവ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ആഡ് ചെയ്യുക. എന്നിട്ട് അതും ഇളക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച തക്കാളി എന്നിവ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ മസാല ചേർക്കുന്നത് കൂടി ഇതിന് നല്ലൊരു ചിക്കൻ്റെ സ്വാദ് വരുന്നതാണ്. എന്നതിന് ശേഷം ഇതിലേക്ക് 2-3 സ്പൂൺ തൈര് ചേർക്കാൻ മറക്കരുത്. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് തയ്യാറാക്കി വെച്ച മല്ലിയില ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് ഇളക്കുക. പിന്നീട് നമ്മൾ ഇതിലോട്ടേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർക്കുക. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട, വഴറ്റിയെടുത്ത് വെച്ച മുട്ട ഇതിലോട്ടേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇതോടുകൂടി നമ്മുടെ ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. പിന്നീട് വീണ്ടും നമ്മൾ ഒരു പാന് ചൂടാക്കിയതിന് ശേഷം നെയ്യ് ചേർക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർത്ത് നന്നായിട്ട് അതൊന്ന് പാകമാക്കി എടുക്കുക. ഇത് നമ്മുടെ ഗാർണിഷിംഗ് പരിപാടിക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. മുന്തിരിയുടെ ഒക്കെ ആ ഒരു കളറ് ചേഞ്ച് ചെയ്യും. മുന്തിരി കുറച്ച് വീർത്ത് വരുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. പിന്നീട് നമ്മൾ ഇതിലോട്ടേക്ക് തന്നെ വീണ്ടും നെയ്യ് ഒഴിച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ എന്നിവയൊക്കെ ചേർത്തതിന് ശേഷം അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണി അരി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത്. പിന്നീട് ഇത് നന്നായി കുറച്ച് നേരത്തേക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അരിയൊക്കെ നല്ലോണം റോസ്റ്റ് ആവുന്ന വരെ നമ്മളിങ്ങനെ
ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവ് എന്ന രീതിയിലാണ് വെള്ളം ചേർക്കേണ്ടത്. നന്നായി ഇളക്കുക. എന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു നെയ്ച്ചോറിന് പാകമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അവസാനമായിട്ട് ഇതിലോട്ടേക്ക് ഒരല്പം ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കേണ്ടതാണ്. ആവശ്യത്തിന് നെയ്യില്ല എന്ന് കണ്ടാൽ നിങ്ങൾ അതും ചേർക്കുക. ഇതിന് ശേഷം ഇതൊരു 5-6 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. പിന്നീട് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. നെയ്ച്ചോറൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ച സവോള, മല്ലിയില എന്നീ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, മറ്റ് കാര്യങ്ങളൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം അത് അടച്ചു വെച്ച് വേവിച്ച് തുറന്ന് നോക്കുമ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ അവസാനത്തെ പണി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. നമ്മുടെ മുട്ടയുടെ ഗ്രേവിയും നമ്മുടെ പാകമായ നെയ്ച്ചോറും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിന് മുകളിലോട്ടേക്ക് അവസാനമായിട്ട് നമ്മൾ മല്ലിയിലയും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യുക. പിന്നീട് ഇതിലേക്ക് ഒരല്പം പാലിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയിൽ മഞ്ഞൾപ്പൊടിയോ ഇട്ടതിന് ശേഷമുള്ള ആ ഒരു വെള്ളം ഇതിലോട്ടേക്ക് തളിച്ചു കൊടുക്കുക. പിന്നീട് വീണ്ടും മിക്സ് ചെയ്യുക. നമ്മുടെ മുട്ട ബിരിയാണി തയ്യാറാണ്.